ഇപ്പോൾ അധികം ആളുകളുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്താലും ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഫുള്ളാണെന്ന് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറേജ് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന പ്രശ്നം. നമ്മുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യാനോ ഒരു മെസ്സേജ് അയക്കാനോ പുതിയ മെസ്സേജുകൾ നിങ്ങൾക്ക് വരുന്ന OTPകളൊന്നും കൃത്യമായിട്ട് ലഭിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ ജിമെയിൽ മെമ്മറി ഫുള്ളായതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതും കാണിച്ചു തരാം. പ്രധാനമായിട്ടും അധികം ആളുകളും വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്ന ആളുകളാണ്. വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണും. ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ സാധാരണ ബാക്കപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പുകൾ നേരത്തെ നമുക്ക് വാട്സപ്പ് ചാറ്റ് ബാക്കപ്പുകൾ സൂക്ഷിക്കുന്നതിന് ഗൂഗിൾ പ്രത്യേകമായിട്ട് സ്റ്റോറേജ് തന്നിരുന്നു നമ്മുടെ ജിമെയിലിനകത്ത്. നമ്മുടെ ജിമെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ജിമെയിൽ ഉപയോഗിച്ച് നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക സ്റ്റോറേജ് തന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കൊരു ജിമെയിലിനകത്ത് 15 GB ആണ് ഗൂഗിൾ തരുന്നത്. ആ 15 GB ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാട്സപ്പിൻ്റെ ബാക്കപ്പ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ബാക്കപ്പ് പെട്ടെന്ന് തീർന്നു പോകും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളൂ എൻ്റെ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ 1.3 GB ഫയൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസവും നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ ഓരോ ദിവസത്തെ മുഴുവൻ ചാറ്റ് മെസ്സേജുകളും ബാക്കപ്പ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ബാക്കപ്പ് ആകുമ്പോൾ കൊണ്ട് നമ്മൾ ഈ ഒരു ജിമെയിലിനകത്തായിരിക്കും ഇത് സേവ് ആകുക. അപ്പോൾ അത്രയും ഡാറ്റ നമ്മുടെ ജിമെയിൽ കയറി കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജിമെയിൽ പെട്ടെന്ന് ഫുള്ളാകുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സപ്പിന് വേണ്ടി മാത്രമായിട്ടൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ജിമെയിൽ വെച്ച് നിങ്ങളുടെ ഇവിടുത്തെ ആ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ആ ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് ബാക്കപ്പ് ചെയ്താൽ മതി. ഉപയോഗിക്കുന്ന ജിമെയിലിൽ നിന്നുള്ള സ്റ്റോറേജ് എല്ലാം ഒറ്റൊരു ഇമെയിലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ കാണുന്ന മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് എന്നുള്ള ഇവിടെ ഈ കാണുന്ന ഗ്രീൻ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഗൂഗിൾ ഡ്രൈവിൽ 7.85 GB ഫയലുണ്ട്. ജിമെയിലിൽ മാത്രം 1.6 GB ഉണ്ട്. ഗൂഗിൾ ഫോട്ടോസ് 2.91 GB ഉണ്ട്. ഏകദേശം 10-12 GB ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 15 GB ഗൂഗിൾ തരുന്നതിൽ 10 GB തീരുമാനമായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പണം കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇവിടെ നമുക്ക് മുകളിൽ ക്ലീൻ അപ്പ് സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ ബ്ലൂ കളറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് മുഴുവനായിട്ട് ഇവിടെ കാണും. ജിമെയിലായിട്ട് എത്ര ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടറായിട്ടുള്ള വീഡിയോസ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ഫോട്ടോസ് വീഡിയോസൊക്കെ എങ്ങനെയാണ് ഗൂഗിൾ സേവ് ചെയ്തിരിക്കുന്നതൊക്കെ കാണും. ഇവിടെ ഓരോന്നിലും ഇപ്പോൾ ലാർജ് ഫയൽ ഇവിടെ 7 GB ഉണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്യാണ് ഇതിനകത്തുള്ള ഫയലുകളൊക്കെ എനിക്ക് കാണാനും ആവശ്യമില്ലാത്ത ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. താഴെ ഭാഗത്തേക്ക് എന്നാൽ ഗൂഗിൾ ഡ്രൈവ് പ്രത്യേകമായിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയലുകൾ ആവശ്യമില്ലാത്ത ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ഫോട്ടോസിനും ജിമെയിൽ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത മെയിലുകളും ഫോട്ടോകളും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ജിമെയിൽ സെലക്ട് ചെയ്തപ്പോൾ കാണാൻ സാധിക്കും ജിമെയിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് PDF ഫയലുകളാണ്. എനിക്കിതൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ഫയൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഗൂഗിളിൽ നിന്ന് നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിലേക്ക് പ്രത്യേകമായിട്ടൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക. വാട്സപ്പ് ബാക്കപ്പുകൾ ഒരു ജിമെയിൽ മാത്രം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജിമെയിലിലേക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.